എന്താ മോളെ, സ്വയം മറന്നാണല്ലോ പാട്ടുപാട്ടുമൊക്കെ. ഞാൻ വന്നതുപോലും നീ അറിഞ്ഞില്ലല്ലോ. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. എന്തുണ്ട് വിശേഷം? വിശേഷം വിശേഷം കാര്യമായി എന്തോ ഉള്ളതുപോലെ ഉണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ കണ്ടുവച്ച ആരെ? അന്ന് പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞില്ലേ? ഓ, രമേശിനെയോ? നീ അവനെ എവിടെ വെച്ച് കണ്ടു? നമ്മുടെ മനോഹരൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നില്ലേ? ഞാൻ അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ച് കണ്ടു. അവർ രണ്ടുപേരും അടുത്ത കൂട്ടുകാരാ. അന്ന് എന്തോ വരാൻ സാധിച്ചില്ല. എല്ലാ അച്ഛനോട് നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇനി എന്നോടൊന്ന് പറയാനിരിക്കുന്നു? എല്ലാം നിന്നോട് പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോ കല്യാണക്കാര്യങ്ങളെല്ലാം നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ച് തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഞാനൊന്നും തീരുമാനിച്ചില്ല. അതൊക്കെ അച്ഛൻ തീരുമാനിക്കണം. അച്ഛന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. രമേശിനെ നീ വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ? അച്ഛൻ, എന്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയില്ല. എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. നല്ല അച്ഛൻ. മനോഹര എന്നടാ ഉള്ള ഇറങ്ങി വേറെ ഓടില്ല. രണ്ടു മൂന്ന് ദിവസമായിട്ട് നീ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡ് ഇല്ല. ഈ ആഴ്ചത്തെ കാശോടെ ഇനി നിനക്ക് ഒരൊറ്റ കാശ് തരും. അതെന്താ? അപ്പൊ നിന്റെ കള്ളക്കളിയൊക്കെ ഞാൻ അമ്മയോട് പറയട്ടെ. അമ്മായി എവൻ പറഞ്ഞോ? പക്ഷെ അമ്മയ്ക്ക് സംഗതികളെല്ലാം അറിയാം. ഈ ആഴ്ചത്തെ വട്ടച്ചെലവ് ഞാൻ ഇനി എങ്ങോട്ട് പോകും? ഇനിയും വട്ടച്ചെലവിന് കാശ് വെച്ച് വന്നാലേ നിന്റെ മുട്ടുന്നവർ തല്ലി ചോദിക്കും. ഞാൻ വേണ്ടാ സഹക്കടി വളമ്പൂടാ എന്റെ വീമ്പൂറച്ചിലുണ്ട്. നീ എന്താ ജോലിക്ക് പോ? ലീവ? അതെ, ഞാൻ ജോലി വിട്ടു. നീ ജോലി വിട്ട പിന്നെ നീ എന്താ ചെയ്യാൻ പോവാ? സിനിമയിൽ ചേർന്നു. ഓ, ഹോട്ടലുകാർക്ക് ചായ കൊടുത്ത് നീ ഇന്ന് സിനിമാക്കാർക്ക് ചായ കൊടുക്കാൻ പോയില്ലേ? അല്ല, അഭിനയിക്കാൻ പോയി. നീ പറഞ്ഞ സത്യമാണോടാ? സത്യം. പക്ഷെ തമാശയോടെ എന്നെ വിഷമിക്കലടാ. ഞാൻ എന്റെ പേര് മാറ്റി. എന്താ പേര്? പപ്പു. ഇളിച്ചവായ മനോഹർ ഫിലിം സ്റ്റാർ പപ്പു. പപ്പു നീ പങ്കെടുത്ത് വിട്ടുവിടുന്നു. പപ്പുട്ടാ, നിങ്ങൾ വളരണം, വലിയ നടനാകണം, ധാരാളം പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ താഴാൻ തയ്യാറാണ്. എന്റെ ജീവനൊന്നും എനിക്ക് വേണ്ട. അയ്യോ പപ്പേട്ട വലിയ സിനിമാ നടനായ ശരീരം അല്ലെങ്കിൽ ഞാൻ എന്തിനു ജോലി ചെയ്യണം പപ്പേട്ട? ഇതിന് സന്തോഷമായി പോയെന്നറിയാം. ഇപ്പൊ പേട്ടാ എന്നാ പോരാ പോരാ. ശരിയായില്ല. ഇന്ന് മുതൽ ഞാൻ പപ്പേട്ടന്റെ സെക്രട്ടറി. ഇനി ഞാൻ എന്തോ ചെയ്യണം? ഒരു കാര്യം മനസ്സിലായി. എന്നാ? സിനിമയിൽ എങ്ങനെയാ ഗ്ലാമർ വരുന്നെന്ന്. ഇങ്ങനെ ഒരു 4 അടി അടിച്ചാലേ ആരുടെ മുഖത്ത് നീര് വന്ന് ഗ്ലാമർ വന്നു. ഉള്ള വന്ന ഉടനെ പെരുവങ്ക മാതിരി ട്രീറ്റ്മെന്റ് വേണമല്ലേ? മുറിഞ്ഞു പോച്ച് വണക്കമ്മ വാങ്ക വാങ്ക. റെഡിയാ? ഉക്കാരക്കമ്മ. ഞാൻ എപ്പോഴും വരാം. ഈ സീനിലാണ് ആദ്യമായിട്ട് ഹീറോ ഒന്ന് ഞാൻ ഹീറോയിനെ നീക്കി ചെയ്തു. ആദ്യമായിട്ടാണ്. ഇതാണ് നമ്മുടെ കളത്തിലെ ഹീറോ, പുതുമുഖം പപ്പു. നമസ്കാരം. നമസ്കാരം. ഷൂ എന്റെ പെട്ടെല്ലാം ചീത്തയാക്കി. സാരമില്ല ലീലാമ്മേ. അതിന്റെ അമ്മയാണ് ഇത്. അങ്ങനല്ല, മലയാള സിനിമയിലെ എല്ലാ നായികമാരെയും ഞങ്ങൾ അമ്മ ചേർത്താണ് വിളിക്കാറുള്ളത്. എന്തിനാ സാറേ ഈ പുതുമുഖങ്ങളുടെ കൂടെ ഇട്ട് എന്റെ ഉയരെടുക്കുന്നത്? നന്നായിട്ട് എന്ത് ചെയ്യാം? സാറ് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ?
കേട്ടോ സാറേ, ഞാൻ കുറെ ദിവസങ്ങളായി ഈ പുതുമുകൾക്ക് കൊടുക്കാറില്ലായിരുന്നു. എന്താണ് കോൾ ഷീറ്റ്? കോൾ ഷീറ്റ് ഞാൻ ഐശ്വര്യക്ക് വിളിക്കാം. ചൂലെ അല്ല സാർ, ചൂലെ ഈ സീനിൽ വേണമെന്ന് 100 പ്രാവശ്യം നമ്മുടെ മാനേജർ ആടിഭാഗത്തിനോട് പറഞ്ഞു. അതെ, എപ്പോ ചോദിച്ചാലും ചൂടുതാനെ കൊണ്ടാറ് എല്ലാം കൂടെ പറഞ്ഞു ഒഴിയാണ് സാർ. ഡയലോഗ് ചൊല്ലിക്കൊടു. താൻ ഇവിടുത്തെ വേലക്കാരനാണ്. ഇവര് തന്റെ കൊച്ചമ്മ മിസ് ലീനാമ്മ. ഇവർക്ക് തന്നെ വലിയ കാര്യം കാണാൻ വേണ്ടിട്ട് തനിക്ക് ഒരു വലിയ ഇഷ്ടമാണ്. എന്താ കാര്യം സാറേ? എന്താ സാർ കാര്യം? അതാണ് കാര്യം. അങ്ങനെ ഒരു ദിവസം താൻ അവരെ റേപ്പ് ചെയ്യും ഞാൻ, അല്ലെങ്കിൽ അവര് തന്നെ ചെയ്തിരിക്കട്ടെ. എന്തൊരു കഷ്ടം നോക്കി. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. ആദ്യം അവരവരുടെ ഡയലോഗ് പറയും. എന്ത് അതവര് പറയുമ്പോ കേട്ടോ. താൻ പറയേണ്ട ഡയലോഗ് ഇതാണ്: എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. വളിച്ച മാതിരി പറയുന്നത്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ്. പിന്നെ റേപ്പല്ലേ അത് ഈ അമ്മ ചെയ്തോളൂ. രാജു, ചേട്ടാ, പുതുവായിട്ട് നിങ്ങളുടെ ഫീൽഡിലേക്ക് വന്നേ ഉടനെ വേണം. അയ്യോ എന്റെ പൊന്നു സാറേ, ഒന്ന് പേരും എടുക്കാവുന്നേ. ഇതുകൊണ്ടായി പുതുമുഖങ്ങളുടെ കൂടെ ഞാൻ അഭിനയിക്കില്ലാന്ന് പറയുന്നത്. സാറേ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട്. ദിനമേ, ഇത് നായിക ചൂലുകൊണ്ട് അടിച്ചു പോയിരുന്നു. അങ്ങനെ രംഗം തുടങ്ങുന്നു. ഒന്ന് അടിച്ചു വരുക. എന്തുകൊണ്ട് തൊണ്ടയ്ക്ക് വല്ലാതെ? സാർ എന്തെങ്കിലും കുടിക്കാൻ? കൊക്കക്കോള, ലിംക, ചായ, കാപ്പി. സാറേ, ഞാൻ ശരി, ഞാനൊന്ന് കാണിക്കട്ടെ. കാണിച്ചു. മൈ ഗോഡ്, അങ്ങനെയല്ലമ്മ. വരൂ. കൂട്ടുകാരൻ ഡയറക്ടർ പെണ്ണുങ്ങളെ കൈപ്പിടിച്ച് കാണിക്കുന്നു. ഡയലോഗ് കൊടുത്തില്ലേ? ഡയലോഗ് പറയും. എനിക്ക് കൊച്ചിനെ വളരെ ഇഷ്ടമാണ്. അയ്യോ സാറേ, എനിക്ക് തന്നില്ല. നന്ദൻ 23/2 സാർ. 23/2. അത് നേരത്തെ പഠിച്ചു കഴിഞ്ഞു സാർ. ഇനി വേണമെങ്കിലേ ഈ പുതുമുഖത്തിനെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേക്കോ? എന്താ പേര്? പപ്പു. ഓ, ബ്യൂട്ടിഫുൾ നെയിം. കേട്ടോ പപ്പു, എന്നെ പോലെയുള്ള വലിയ നടികളുടെ കൂടെ അഭിനയിക്കുന്നു എന്ന് വിചാരിച്ച് ഭയപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് ചെയ്തോളൂ. എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ പോലുള്ള പുതുമുകളുടെ കൂടെ അഭിനയിക്കുമ്പോ മിസ് ലീന, ക്ഷമിക്കണം, ലീനാമ്മ അഭിനയിച്ച് കുറവൊന്നും കാണിക്കണ്ട. ധൈര്യമായിട്ട് അഭിനയിച്ചു. കേട്ടോ സാറേ, പയ്യൻ തമാശക്കാരനാണെന്ന് തോന്നുന്നല്ലോ. കൊച്ചു കള്ള, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ. നിന്റെ ആട്ടവും നിന്റെ ചാട്ടവും നടപ്പും ചാടി വാക്കുകളും. അയ്യോ, എന്താ സാറേ കത്തി ചെയ്തത്? ചാടിവാക്കല്ലമ്മ, ചാടുവാക്ക്. അയ്യോ, അതിനൊരു വഴി മാത്രമല്ലേ കുറഞ്ഞുള്ളൂ. അമ്മയ്ക്ക് ഒരു ചെറിയ വഴി നിസ്സാരമാണ്. ഞങ്ങൾക്ക് ആ വഴി വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുത്താൽ. സാറേ, ഞാനിങ്ങനെ പറയുന്നതാ എന്റെ ആരാധകന്മാർക്ക് വലിയ ഇഷ്ടം. അയ്യോ ദേവി, ഇത് എന്റെ പടത്തിൽ നല്ല മലയാളം പറയണം. അയ്യോ, അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ശരിയില്ലായിരുന്നോ? അല്ല, ഉച്ചാരണം. ഓഹോ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടേക്ക് ശരിയാക്കാം. എന്ത് ചൂട്.